കൂടെ ഉണ്ടായിരുന്ന ആളെവിടെ? സർ, ഞാൻ ഒറ്റയ്ക്കായിരുന്നു സർ. വയ്ക്കോ. സാർ ചെല്ലു. സാറേ, വണ്ടി എടുത്തോളൂ. ഈശ്വര, ആ കുട്ടി കാർ തട്ടിയെന്ന് തോന്നുന്നു. താനൊന്ന് ഇറങ്ങി നോക്കിയേ, ഞാൻ വണ്ടി നോക്കട്ടെ. പെട്ടെന്ന്. എന്തേലും പറ്റിയോ? മുറിഞ്ഞോ? ഇല്ല, കുഴപ്പമില്ല. എന്തെങ്കിലും പറ്റിയോ? സോറി. ഇല്ല, എന്റെ തെറ്റാ. ധൃതി കാരണം കാറ് വരുന്നത് കണ്ടില്ല. വണ്ടി തട്ടിയിട്ടില്ല. ഇടിച്ചെന്നാ കരുതിയത്. ഞാൻ ആകെ പേടിച്ചു പോയി. അതെ, ദേഹത്ത് വല്ല മുറിവോ ചതവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. ഏയ് ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അല്ല, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. ഏയ് വേണ്ടെന്നേ. കുട്ടിക്ക് എങ്ങോട്ടെങ്കിലും പോവാനുണ്ടോ? ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാം. അയ്യോ, അതൊന്നും വേണ്ട. വിരോധം അല്ലെങ്കിൽ ആ ഫോണും തരാമോ? എനിക്ക് എന്റെ ഹസ്ബൻഡിനെ ഒന്ന് വിളിക്കാനാ. എന്റെ ഫോൺ വണ്ടിയില, എടുത്തിട്ട് വരാം. ദേവി ഇത്രയും ദൂരം പോകാൻ ഒരു സാധ്യതയില്ല. മറ്റേതെങ്കിലും വഴിക്കായിരിക്കും അവള് പോയത്. ഇനി ആരെങ്കിലും അപകടപ്പെടുത്താൻ ശ്രമിച്ചതായിരിക്കും. ഈശ്വര. ഹലോ നന്ദു, ഞാനാ. ദേവി, നീ ഇതെവിടെയാ? അത് ഞാനിപ്പോ. നന്ദു പേടിക്കണ്ട, ഞാൻ സേഫാ. ഇപ്പോഴും സമാധാനമായത്? ഞാൻ നിന്നെ തേടി നടക്കായിരുന്നു. നീ എങ്ങോട്ടാ പോയത്? അത് പിന്നെ ഞാൻ. ദേവി, പോലീസുകാർ കാറിന്റെ നേരെ വന്നപ്പോ പിടിക്കപ്പെടുമെന്ന് എനിക്ക് തോന്നി. അതാ ഞാൻ ഇറങ്ങി ഓടിയത്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.